കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിലുള്ള മെറ്റൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഡബിൾ സോൾട്ട് എടുത്തപ്പോഴും കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്തപ്പോഴും അതിലത്തെ മെറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. മെറ്റൽ ഡബിൾ സോൾട്ടിൽ ഒരു വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യണുള്ളൂ, പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ 2 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നമുക്ക് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ മെറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ മെറ്റൽസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഗ്രൂപ്പിലത്തെ മെറ്റൽസിന് എക്സാമ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെയൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ മെറ്റൽസ് ആണ്. ഇനി ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, അതിലും കുറേ മെറ്റൽസ് ഉണ്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഒക്കെ മെറ്റൽസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ എക്സാമ്പിൾ ആയിട്ട് വനേഡിയം, ക്രോമിയം, ടൈറ്റാനിയം, പ്ലാറ്റിനം, ഗോൾഡ്, കോപ്പർ ഒക്കെ അതിലുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പം അങ്ങനെ ഒരു മെറ്റൽ, സാധാരണത്തെ മെറ്റൽ, ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യാണ്. അപ്പം മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിയാണ് ഇലക്ട്രോ പോസിറ്റീവ് ബിഹേവിയർ എന്ന് പറയുക. അപ്പോൾ മെറ്റൽ, ഇതിലത്തെ മെറ്റൽ ഏതൊരു മെറ്റലാണെങ്കിലും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും, എന്നിട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. അപ്പോൾ എത്ര ഇലക്ട്രോണിനെ ഒരു മെറ്റൽ വിട്ടുകൊടുത്തു എന്നതാണ് അതിൻ്റെ പ്രൈമറി വാലൻസി. പ്രൈമറി വാലൻസി അതായത് ഒരു മെറ്റൽ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക മെറ്റൽസ്. അങ്ങനെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു എന്നതാണ് ആ മെറ്റലിൻ്റെ പ്രൈമറി വാലൻസി. ഇവിടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു? Na+ ആവണു അല്ലേ. അപ്പം ഇത് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണു എന്നതുകൊണ്ട് സോഡിയത്തിൻ്റെ പ്രൈമറി വാലൻസി 1 ആണ്. ചാർജ് ഇല്ലാണ്ട്, ഇത് ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമ്മൾ ചാർജ് ഇല്ലാണ്ട് പറയുന്നു. അതേപോലെ മെഗ്നീഷ്യം, നമുക്കറിയാം മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആവും. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഓക്കെ. ഇനി ഇതിന് പകരം വേറൊരു എക്സാമ്പിൾ എടുത്തു, CrCl3 എന്നുള്ളൊരു എക്സാമ്പിൾ, അതായത് ക്രോമിയം 3 ക്ലോറൈഡ്. അപ്പോൾ ക്രോമിയം 3 ക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ ക്രോമിയം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും? ഇതേപോലെ ഇതിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ക്രോമിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പോൾ ക്രോമിയത്തിൻ്റെ പ്രൈമറി വാലൻസിയാണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിലത്തെ ഇപ്പോൾ പ്രൈമറി വാലൻസി എന്താണെന്ന് മനസ്സിലായി. എന്നാൽ ഈ പീരിയോഡിക് ടേബിളിൽ തന്നെ ചില മെറ്റൽസ് അതിൻ്റെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി വാലൻസിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഏത് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക? അത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പറഞ്ഞു CrCl3 എന്നുള്ളത്. അപ്പോൾ അതിൽ ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്രോമിയം ക്ലോറൈഡ് ഫോം ചെയ്തപ്പോൾ ക്രോമിയത്തിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. ഇതിലേക്ക് ന്യൂട്രൽ ആയിട്ടുള്ള അമോണിയ മോളിക്യൂൾ വന്നു. അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള അമോണിയ മോളിക്യൂൾ വന്നപ്പോൾ അതെന്ത് കോമ്പൗണ്ട് ഫോം ചെയ്തു? CrNH3 6 ടൈംസ് Cl3 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള CrCl3യുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഈ CrCl3യിലേക്ക് അമോണിയ മോളിക്യൂൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തത്. അപ്പോൾ ഈ CrCl3 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം അതിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി എന്താണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണേ? ഇനി ഇതിലെ പ്രൈമറി വാലൻസി എന്താ, സെക്കൻഡറി വാലൻസി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതെങ്ങനെയാണ് ഈ അമോണിയ ഈ ഒരു ക്രോമിയമായിട്ട് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്തത് എന്നുള്ളത് അറിയണം. നമുക്കറിയാം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അയോണിക് ബോണ്ട് വഴി ബോണ്ട് ഫോം ചെയ്യും. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആവും അയോണുകളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അല്ലേ. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും അട്രാക്ട് ചെയ്യും. അങ്ങനെ അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള
Na+Cl- എന്നുള്ള ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്. ഇനി വേറെ എക്സാമ്പിൾ ഉണ്ട്. HCl എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ ഹൈഡ്രജൻ്റെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താ? അത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുള്ള ബോണ്ടാണ് അല്ലേ? ഇലക്ട്രോൺ ഷെയറിങ് വഴി കോവാലൻ ബോണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മോളിക്യൂൾസ് ഫോം ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ CrNH3 6 times Cl3 എന്ന് പറയുന്ന ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എങ്ങനെയാണ് ന്യൂട്രൽ ആയിട്ടുള്ള അമോണിയ മോളിക്യൂള് ക്രോമിയോ ആയിട്ട് ബൈൻഡ് ചെയ്തതെന്നുള്ളതൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അമോണിയ എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് അതിലത്തെ സെൻട്രൽ ആയിട്ടുള്ള ആറ്റം. ഇനി നൈട്രജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. 1 2 3 4 5 ഇലക്ട്രോൺ ഉണ്ട്. ഡോട്ട് വഴി നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 5 ഇലക്ട്രോൺ. ഈ ഓരോന്നും 3 ഇലക്ട്രോൺ 3 ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 3 ഹൈഡ്രജൻ ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പം അങ്ങനെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. NH3 ഫോം ചെയ്തു. അതിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഇതിനെയാണ് ഇതിൻ്റെ ലോൺ പെയർ എന്ന് പറയുന്നത് അല്ലേ? ഈ ലോൺ പെയർ, നൈട്രജനിലുള്ള ലോൺ പെയർ ഇവിടുത്തെ സെൻട്രൽ മെറ്റലായിട്ടുള്ള ക്രോമിയത്തിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിന് ഡൊണേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിലേക്ക് ഈ ലോൺ പെയറിലത്തെ ഇലക്ട്രോൺസ് പോയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് CrNH3 എന്ന് പറയുന്ന ഒരു ബോണ്ട് ഫോം ചെയ്യണത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യണത് എന്നുള്ളത്. അതായത് ഇവിടെ ഈ ക്രോമിയത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അമോണിയയിൽ ലോൺ പെയർ ഉണ്ട് അല്ലേ? ഈ ലോൺ പെയർ ഇലക്ട്രോൺ ക്രോമിയത്തിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിലേക്ക് കയറി ഇരുന്നിട്ട്, അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം AB എന്ന് പറയുന്ന ആറ്റംസ് തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു കൊവാലൻ ബോണ്ട് ആണെങ്കിൽ ഈ ബോണ്ടിലത്തെ 2 ഇലക്ട്രോൺസ് ഒരെണ്ണം Aയിൽ നിന്നും ഒരെണ്ണം Bയിൽ നിന്നുമാണ് വന്നതെന്ന് നമുക്ക് പറയാം. അതായത് ഒരേപോലെയാണ് കോൺട്രിബ്യൂഷൻ. അങ്ങനത്തെ ബോണ്ടാണ് കൊവാലൻ ബോണ്ട്. ഇനി എയുടെയും ബിയുടെയും ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ A ആണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണത്. ഒരു ആറ്റം തന്നെയാണ് ഇവിടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത്തരം ബോണ്ടുകളെ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് കൊവാലൻ്റ് ബോണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തപ്പോൾ ക്രോമിയത്തിൻ്റെയും അമോണിയയുടെയും ഇടയിൽ ബോണ്ട് ഫോം ചെയ്തപ്പോൾ ആ ബോണ്ടിന് വേണ്ട 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തത് അമോണിയയാണ് അല്ലേ? അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് കോർഡിനേഷൻ ബോണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കോർഡിനേഷൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ അതിലത്തെ മെറ്റൽ എന്ന് പറയുന്നത് എസെൻഷ്യലി എന്തായിരിക്കണം? എന്ത് വന്നാലും ആ മെറ്റൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയിരിക്കണം. മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ട്രാൻസിഷൻ എലമെൻ്റ് ആയിരിക്കണം. ഇനി എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെൻറ്റിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്? ഈ ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പീരിയോഡിക് ടേബിളിൽ ഏതൊക്കെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ ഡി ഓർബിറ്റലിൽ ഡി സബ്ഷെല്ലിൽ എൻഡ് ചെയ്യണത്, അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് അല്ല, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പീരിയോഡിക് ടേബിളിലത്തെ ഏതൊക്കെ എലമെൻറ്റിനെയാണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡി സബ്ഷെല്ലിൽ എൻഡ് ചെയ്യണത് അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡി ഓർബിറ്റൽസ്, വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിലേക്ക് ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആറ്റംസോ അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ വരുമ്പോൾ, ഇതിൽ ഈ കേസിൽ അമോണിയ മോളിക്യൂളിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ്? ട്രാൻസിഷൻ എലമെൻസിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റലിലേക്ക് ഈ മോളിക്യൂള് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഈ മോളിക്യൂളും ഈ മെറ്റലും തമ്മിൽ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോർഡിനേഷൻ, അപ്പോൾ നമുക്ക് മനസ്സിലായി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സേ ഫോം ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് മാത്രമേ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ എന്ന് പറയുന്നത്? ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കയ്യിൽ മാത്രമേ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉള്ളൂ. ഈ ഡി ഓർബിറ്റൽസ് ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ അവൈലബിൾ ആകുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കയ്യിലേ ഡി ഓർബിറ്റൽസ് ഉള്ളൂ. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിന് മാത്രമേ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ. ട്രാൻസിഷൻ മെറ്റൽസ് മാത്രമേ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ എഴുതിയത്.
അല്ലേ? അപ്പോൾ ഈ എഴുതിയതിൽ നമുക്കറിയാം ഇത് അയണൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയണൈസ് ചെയ്യുക? CrNH3 6 ടൈംസ് 3+ എന്നും Cl- എന്നുമാണ് അയണൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ അയണൈസ് ചെയ്യുമ്പോൾ ഇതിലൊരു കോംപ്ലക്സ് അയോൺ ഉണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. പോളിഹെഡ്ര അല്ല, കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊരു കോംപ്ലക്സ് അയോൺ ആണ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് അയോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷൻ എൻറ്റിറ്റി നമ്മളൊന്നും കൂടി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ട്രാൻസിഷൻ മെറ്റൽ ഉണ്ട്. ഈ ട്രാൻസിഷൻ മെറ്റലിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിലുള്ള കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ ഉള്ളിലുള്ള മെറ്റലിനെയാണ് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ ഉള്ളിലുള്ള മെറ്റലിനെ, അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആവും നമ്മൾ പറഞ്ഞു, ആ മെറ്റലിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് പറയുന്നത്. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലാതെ ചിലപ്പോൾ വേറെ കുറേ അയോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടാവാം. അതിനെയൊക്കെ കൂടി നമ്മൾ പറയുന്നതാണ് എന്ത്? ലിഗാൻഡ് എന്ന്. അയോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താവാം? മോളിക്യൂൾസ് ആവാം. ഈ അയോൺസിനെയോ മോളിക്യൂൾസിനെയോ ഒക്കെ കൂടി പറയുന്നതാണ് ലിഗാൻഡ് എന്ന്. ഓക്കെ, അതിനെയൊക്കെ കൂടി നമ്മൾ പറയുന്നത് എന്താ? ലിഗാൻഡ്. ഇനി ഈ ലിഗാൻഡ് എങ്ങനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ അമോണിയയിലുള്ള നൈട്രജനിലുള്ള ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ്. ഈ ലോൺ പെയർ ഡോണർ ആറ്റംസ് വഴി സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള അയോൺസിനെയോ മോളിക്യൂൾസിനെയോ ആണ് നമ്മൾ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലോൺ പെയർ ആറ്റംസ് വഴി അല്ലെങ്കിൽ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള അയോൺസിനെയോ മോളിക്യൂൾസിനെയോ ഒക്കെയാണ് നമ്മൾ എന്ത് പറയണത്? ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. അത് എസെൻഷ്യലി ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അയോൺസ് ഒക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലിഗാൻഡ് എന്ന് പറയുക. ലോൺ പെയർ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിഗാൻഡ്സ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ലോൺ പെയറുള്ള അയോൺസിനെയോ മോളിക്യൂൾസിനെയോ ആണ് നമ്മൾ ലിഗാൻഡ്സ് എന്ന് പറയുക. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെയും ലിഗാൻഡ്സിനെയും ഒക്കെ കൂടി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതിനെയാണ് കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുക. സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡ്സിനെയും ഒക്കെ കൂടി നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുക. എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും ഒക്കെ കൂടി നമ്മളൊരു കോർഡിനേഷൻ സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതാണ് കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത്. ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് അയണൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് CrNH3 6 ടൈംസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. കോംപ്ലക്സ് അയോൺ ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യാണ്. എന്നാൽ അതിൻ്റെ പുറത്തുള്ള ഭാഗം, ഈ പുറത്തുള്ള ക്ലോറിനെ നമുക്ക് അയണൈസ് ചെയ്യിക്കാൻ പറ്റും. ഈ അയണൈസബിൾ ആയിട്ടുള്ള പുറത്തുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? അയോണൈസേഷൻ സ്പിയർ എന്ന് പറയുക. സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും ഒക്കെ കൂടി നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ പറയും, സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യും. അതാണ് നമ്മുടെ കോർഡിനേഷൻ സ്പിയർ. അതിൻ്റെ ഉള്ളിലുള്ളതിനെ നമുക്ക് അയണൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ പുറത്ത് വരുന്ന അയോൺസിനെ നമുക്ക് അയണൈസ് ചെയ്യിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ സ്പിയർ എന്ന് പറയുക. അപ്പം നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവിടെ പുറത്ത് വന്നിരിക്കുന്ന അയോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണാണ്. Cl- നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോംപ്ലക്സ് അയോൺ പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ കൗണ്ടർ അയോൺ, ഇതിൻ്റെ പുറത്തുള്ള അയോൺ, അതിനെയാണ് കൗണ്ടർ അയോൺ എന്ന് പറയുക. അത് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. കോംപ്ലക്സ് അയോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ കൗണ്ടർ അയോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് K4FeCN 6 ടൈംസ്. ഇവിടെ ഇതാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണതാണ് നമ്മുടെ മെയിൻ പാർട്ട്.
ആ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് അവിടെ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം, ലിഗാൻഡ്, കോർഡിനേഷൻ സ്ഫിയർ, അയണൈസേഷൻ സ്ഫിയർ. ഈ അയണൈസേഷൻ സ്ഫിയറിലുള്ളത് അയണൈസബിൾ ആയിട്ടുള്ള അയോൺസ്, അതിനെ നമ്മൾ കൗണ്ടർ അയോൺസ് എന്ന് പറയും. കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ പാർട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ കൗണ്ടർ അയോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ്, അതുകൊണ്ട് തന്നെയാണ് കൗണ്ടർ അയോൺ എന്ന് പേര് വന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ്. അതുപോലെ FeCN 6 ടൈംസിൽ എന്താണ് പൊട്ടാസ്യം ഫെറോസൈനേറ്റ്, അതിലെന്താണ് ഇവിടെ പൊട്ടാസ്യം എന്ന് പറയുന്നതാണ് കൗണ്ടർ അയോൺ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളത്, അയണൈസബിൾ ആയത്. അപ്പോൾ അതാണ് കൗണ്ടർ അയോൺ എന്ന് പറയുന്നത്. ഇനി ഒരു കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റം എത്ര ലിഗാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയം 6 അമോണിയ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്രോമിയത്തിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്രോമിയത്തിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമോണിയ വന്നത്. ക്രോമിയത്തിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ അമോണിയ എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര കോർഡിനേഷൻ നമ്പർ ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി. ഇവിടെ 6 അമോണിയ മോളിക്യൂൾ ഉണ്ട്. അതായത് ക്രോമിയത്തിൻ്റെയും ക്രോമിയവും അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുള്ള സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെയും ലിഗാൻഡിൻ്റെയും ഇടയിൽ എത്ര കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര ലിഗാൻസ് കോർഡിനേഷൻ ബോണ്ട് വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അത് തന്നെയാണ് അതിൻ്റെ സെക്കൻഡറി വാലൻസി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയം എത്ര അമോണിയ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്? 6 അമോണിയ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ക്രോമിയത്തിൻ്റെ സെക്കൻഡറി വാലൻസി 6ഉം പ്രൈമറി വാലൻസി 3 ക്ലോറിനുമായിട്ടല്ലേ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അയണൈസബിൾ ആയിട്ടുള്ള പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് 3ആണ്. ഓക്കെ, സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗാൻസ് ആണ് വരിക. ലിഗാൻസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണത്? ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ലിഗാൻസ് സെൻട്രൽ മെറ്റൽ ആറ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ലിഗാൻസ് ഒക്കെ സ്പേസിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ കോംപ്ലക്സസിനൊക്കെ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനൊക്കെ ലിഗാൻസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ജോമെട്രി ഉണ്ട്. അപ്പോൾ അതിനെയാണ് കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറയുക. അതായത് ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ട് ലിഗാൻസ് സെൻട്രൽ മെറ്റലായിട്ടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ദീസ് ലിഗാൻസ് വിൽ ബി അലൈൻഡ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് സ്പെസിഫിക് ഡയറക്ഷൻസ് ഇൻ സ്പേസിൽ പല പല ഡയറക്ഷനിലേക്കായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജോമെട്രി ഉണ്ടാവും. അതിനെയാണ് കോർഡിനേഷൻ പോളിഹെഡ്ര എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ജോമെട്രി എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് അറിയുകയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജോമെട്രി എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ക്രോമിയം 6 അമോണിയ മോളിക്യൂളായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 6 കോർഡിനേഷൻ ബോണ്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ എന്താ പറയുക, ക്രോമിയം അല്ലെങ്കിൽ അമോണിയയുടെ ഇടയിൽ 6 കോർഡിനേഷൻ ബോണ്ട് ഉണ്ട്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലാണ്, ഒക്ടാഹെഡ്രൽ ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ കോർഡിനേഷൻ നമ്പർ PTCl4 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ, ഈ ഒരു കോംപ്ലക്സിൽ 4 ക്ലോറിൻ ആറ്റംസ് ആണ്, 4 ക്ലോറൈഡ് അയോണുകളാണ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 കോർഡിനേഷൻ നമ്പർ വരികയാണെങ്കിൽ അവിടെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ആവാം, സ്ക്വയർ പ്ലാനാർ ആവാം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ എന്നൊക്കെ ഈ വരും ചാപ്റ്ററിൽ തന്നെ ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാനോ അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കോംപ്ലക്സ് അയോൺസ് ഫോം ചെയ്യണത് കൊണ്ടാണ് അതിനെ കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബോണ്ട് ലിഗാൻഡും സെൻട്രൽ മെറ്റൽ ആറ്റവും തമ്മിലുള്ള ബോണ്ട് കോർഡിനേറ്റ് ബോണ്ട് ആയതുകൊണ്ടാണ് അതിനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ലിഗാൻസ് ഉണ്ട്, ഇത് കോർഡിനേഷൻ സ്ഫിയർ ആണ്, പുറത്തുള്ളത് അയണൈസേഷൻ സ്ഫിയർ ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇതിൽ ലിഗാൻസ് നമ്മൾ പറഞ്ഞല്ലോ, ലിഗാൻസ് തന്നെ പലതരത്തിലുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം.